പുതിയ മുഖ്യമന്ത്രിയുടെ ചില രീതികളെന്ന് പറഞ്ഞാൽ രീതികൾ പൊതുവേ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ അധികാരം കൈ കിട്ടിയതിന് ശേഷം മൊത്തത്തിൽ എൻ്റെ കയ്യിലാണ്, ഞാനിതെല്ലാം അടക്കി പിടിച്ചു കൊണ്ട് നടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് വി.ഡി. സതീഷിൻ്റെ പോക്ക്. അപ്പം ഈ ഒരു പോക്ക് എന്ന് പറയുന്നത് ഈ സഖ്യകക്ഷികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം പല നിലപാടുകളും ഈ പറയുന്ന സഖ്യകക്ഷികൾ എടുത്ത പല നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ PM ശ്രീ പദ്ധതി അതിന് ഉദാഹരണമാണ്, വഖഫ് വിഷയം അതിന് ഉദാഹരണമാണ്. അപ്പം ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കത് വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. അതായത് ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയുമുണ്ട്, അവർക്ക് ഈ പറയുന്നത് പോലെ വലിയ വെല്ലുവിളി അതിനകത്ത് ഉണ്ടാവുന്നുമുണ്ട്. പക്ഷെ ഇറങ്ങിപ്പോവാനും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അത് പക്ഷെ അവർക്ക് ഒരു അതൃപ്തി അറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ പലതിനെയും അവർക്ക് അഡമൻ്റായിട്ട് ന്യായീകരിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് ശരിക്കും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു നിലപാടാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പം വി.ഡി. സതീശൻ ഇവിടെ വന്ന് കയറുമ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വി.ഡി. സതീശൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, പറവൂരിൽ നിന്ന് MLA ആയി വരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് എങ്ങനെ ആണ്, അപ്പം പൊതുവിൽ നമുക്കറിയാം മുസ്ലിം ലീഗ് അടക്കമുള്ള അല്ലെങ്കിൽ UDF പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള SDP അടക്കമുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ അപ്പാടെ അദ്ദേഹം പ്രീണിപ്പിച്ചുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് വി.ഡി. സതീശൻ എത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തന്ത്രപരമായൊരു നീക്കം നമ്മുടെ കേരളത്തിൽ വർഗീയത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. വർഗീയമായ ഒരു ചേരിതിരിവ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെ വർഗീയ വിഷയങ്ങൾ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. വികസനങ്ങളായിരുന്നു ഇടതുപക്ഷം ഉയർത്തി കാണിച്ച് ഇവിടെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചത്. ഇടതുപക്ഷത്തിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോഴാണ് വീണ് കിട്ടിയ ഒരു അവസരമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകൾ രംഗത്തേക്ക് വന്നത്. ഇനിയും വെള്ളാപ്പള്ളി നടേശൻ മനഃപൂർവ്വം അത് ചെയ്തതാണോ എന്നുള്ളത് അറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ ചില മലപ്പുറം വിവാദം, മുസ്ലിങ്ങൾക്കെതിരായി ഉയർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം, ഇതൊക്കെയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് പിണറായി വിജയനെ പുകഴ്ത്തുകയും കൂടെ ചെയ്തു. സ്വാഭാവികമായും പിണറായി വിജയനെ പുകഴ്ത്തി പറഞ്ഞ വർഗീയത മാത്രം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ, വെള്ളാപ്പള്ളി നടേശൻ്റെ കീഴിൽ ഏകദേശം കേരളത്തിൽ ഒരു വലിയ വിഭാഗം വോട്ട് വെള്ളാപ്പള്ളി നടേശനുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ നേതാവാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന CPM വെള്ളാപ്പള്ളി നടേശനെ വെറുപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെ CPM വെറുപ്പിക്കാതിരുന്നത് CPM വലിയ ദോഷം ചെയ്തു. ഈ ഒരു അവസരത്തെ കൃത്യമായി ആണി അടിച്ചതുപോലെ കൊണ്ടുപോകാൻ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവിന് കഴിഞ്ഞു. അതായത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നൊരു വലിയ പ്രതീതി ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പലയിടങ്ങളിലും പല ആവർത്തി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് തെറ്റാണ്, കാരണം ഉമ്മൻചാണ്ടി ആയിരുന്നു ഇതൊരു എന്താ പറയുക, ജനാധിപത്യ ക്രമത്തിൽ ഒരിക്കലും ജനാധിപത്യത്തെ ജമാഅത്തെ ഇസ്ലാമി താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു പാർട്ടിയാണെന്നും അവരുടെ പുസ്തകങ്ങളടക്കം നിരോധിക്കുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്, അത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നു, പരസ്യമായി സ്വീകരിക്കുന്നു. അതിനെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം എതിർക്കും എന്നുള്ളത് വി.ഡി. സതീശൻ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ വി.ഡി. സതീശൻ ഇക്കാര്യം അറിയാമായിരുന്നത് കൊണ്ട് തന്നെ CPM എന്ത് ചെയ്തു, ഈ കെണിക്കകത്ത് CPM ചെന്ന് വീണു കൊടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ടിനെ അങ്ങ് നിശിതമായി വിമർശിക്കുന്ന ഒരു തലത്തിലേക്ക് പോയി. ഉമ്മൻചാണ്ടിയുടെ പഴയ കൊടുത്ത അഫിഡവിറ്റിനെ കുറിച്ചും ഒക്കെ സംസാരം ഉണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി CPM ന്യൂനപക്ഷ വിരുദ്ധർ എന്ന് പറയുന്ന ചാപ്പയടിക്കാൻ സാധിച്ചു. അതൊരു വലിയ വിജയമാണ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില നിലപാടുകൾ. അപ്പം സ്വാഭാവികമായും കേരളത്തിലെ ന്യൂനപക്ഷം വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ, അല്ലെങ്കിൽ CPM ന്യൂനപക്ഷ വിരുദ്ധരും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന എപ്പോഴും വി.ഡി. സതീശനാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗ് അടക്കമുള്ള SDP അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സമസ്ത അടക്കമുള്ള എല്ലാവരും എന്ത് ചെയ്തു, ഇവരുടെ കൂടെ അങ്ങ് നിന്നു. UDF-നോടൊപ്പം ചേർന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്നു. അങ്ങനെ വലിയ തോതിൽ വോട്ട് മറിക്കാൻ വി.ഡി. സതീശനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സതീശൻ്റെ ഏറ്റവും വലിയ നേട്ടം. എന്നാൽ അതിനുശേഷം നോക്കിക്കോളൂ, ഇതിന് ഘടകവിരുദ്ധമായ നിലപാടുകളാണ് പിന്നീട് വി.ഡി. സതീശൻ സ്വീകരിച്ചത്, അതായത് അധികാരം കിട്ടിയതിന് ശേഷം. അപ്പോൾ അതുവരെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന ഒരു സംഭവം വി.ഡി. സതീശൻ കൊണ്ടു നടന്നു. അതിനുശേഷം പറ്റിയത് സത്യപ്രതിജ്ഞാ വേദി തന്നെ നോക്കൂ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ദേ മാതരം
പൂർണ്ണമായും ചൊല്ലുന്നു. വന്ദേമാതരം ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിൽ ശക്തമായ എതിർപ്പ്. കാര്യം ആദ്യത്തെ 2 സ്റ്റാൻസ കഴിഞ്ഞാൽ പിന്നെ ബാക്കി 4 സ്റ്റാൻസ മുതൽ ഇങ്ങോട്ട് വരുന്നതെല്ലാം പക്ക വർഗീയവാദമാണ്. അപ്പം ആ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു ഹൈന്ദവവൽക്കരണത്തിന്റെ ധ്വനി അവിടെ വന്നു തുടങ്ങി. അപ്പോൾ CPM നേരത്തെ മുതൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി പിന്നെ മെഴുകുതിരി വിളക്ക് കത്തിച്ചിടാൻ പോലെ തന്നെ ഈ പറയുന്ന VD സതീശനെതിരായിട്ടൊരു വർഗീയ പ്രീണന നയം അദ്ദേഹം പുലർത്തുന്നുണ്ട്. അതിനിടയിൽ RV ബാബു വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെയൊക്കെ വോട്ട് അഭ്യർത്ഥിച്ച ഒരാളാണ്, സഹായം ചോദിച്ച ഒരാളാണ് VD സതീശൻ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതായാലും പൊതുജനമോ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷമോ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അപ്പോഴാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ആ സത്യപ്രതിജ്ഞ വേദിയിൽ തന്നെ അദ്ദേഹം ഈ പറയുന്ന വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലാൻ അനുവദിച്ചു. ഇപ്പം നോക്കിക്കോളൂ, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ടോ? അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇലക്ഷൻ അടുത്ത സമയത്ത് വലിയ വിഷയം. അടി മാത്രമാണോ? അടി മന്ത്രിമാര് തമ്മിലോ? ആ V ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ഇയാളെ ഇരിക്കപ്പുറത്തി കൊടുത്തിട്ടുണ്ടോ? P പ്രസാദ് എന്ന് പറയുന്നൊരു മന്ത്രി അയാൾക്ക് പിന്നെ ഗവർണർക്ക് ഇരിക്കപ്പുറത്തി കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ആരെങ്കിലും ഗവർണറുടെ ഏതെങ്കിലും ഒരു നയത്തിനെതിരെ സംസാരിക്കുന്നുണ്ടോ? ഇത് സംസ്ഥാനം ഒട്ടുക്കുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പിന്നെ സംഘീവൽക്കരണത്തിനെതിരെ അന്ന് കൊടി പിടിച്ചുകൊണ്ടാണെന്ന് SFIക്കാരാണ് അല്ലേ? KSUക്കാർ മിണ്ടിയോ? ഇതുവരെയായിട്ട് എന്തെങ്കിലും ഒരു പിന്നെ അങ്ങനെ ഒരു ശ്രമത്തിന് ഗവർണർ മുതിരുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് നടപ്പിലാകും, പറഞ്ഞാൽ മതി. അവിടെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ എന്ന് പറഞ്ഞിട്ട് സമരം എന്ന് പറഞ്ഞിട്ട് സമരം നയിച്ചവരാണ് ഇടതുപക്ഷക്കാർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിൽ. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഈ ലീഗിൻ്റെ ചിന്താഗതിക്ക് എതിരായിട്ട് ആണ് ആ പിന്നെ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത്. അതിനുശേഷം VD സതീശൻ ചെയ്തത് എന്താ? VD സതീശൻ കാലഘട്ടത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കാരണം എവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഇത്രയും നാൾ പ്രശ്നം ഉണ്ടായല്ലോ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ഫുഡും കഴിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു വരി എഴുതിയോ? ഒരു നിയമസഭ MLA ആണ് അദ്ദേഹം. പിന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഒരു വരി പിന്നെ VD സതീശൻ ചെയ്തത് തെറ്റാണെന്ന് എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടോ? ഇല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് BJPയുമായി നല്ലതല്ലാത്ത ഒരു ബന്ധം വെച്ച് പുലർത്താൻ VD സതീശൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗിനെ തഴയുന്നുണ്ട് പലപ്പോഴായിട്ട്. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, അവിടെ അതിനുശേഷം VD സതീശൻ വന്നിട്ട് പിന്നെ എന്താണ് പറയുന്നത്, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും മുസ്ലിം ലീഗ് കൈയടിച്ചു കൊടുത്തു. കാരണം എന്താ? ലീഗിന് അന്നേരം പോയില്ല ഇതിന്റെ പിന്നിൽ എന്താണ് സതീശൻ ഉദ്ദേശിച്ചത്, നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അപ്പോഴും മനസ്സിലായില്ല. സാധാരണഗതിയിൽ അച്ഛൻ്റെ പേര് അനുസ്മരിച്ച് പറയുന്നു. അതിനുശേഷം അതിന് മുൻപ് തൊട്ടുമുമ്പ് പ്രതിപക്ഷ നേതാവായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തും എവിടെയായിരുന്നു ദാമോദര മേനോൻ? ആ മേനോൻ എവിടെയായിരുന്നു? അതേ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും വെറുതെ പ്രസംഗിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പിന്നെ VD സതീശൻ. അപ്പം അങ്ങനെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചില നിയമനങ്ങൾ. ആ നിയമനങ്ങളിലും പിന്നെ ലീഗിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്ത് പറയാനുണ്ട് ലീഗിന്? മുസ്ലിം ലീഗിന് എന്ത് പറയാനുണ്ട് ആ കാര്യത്തിൽ? ഘടകകക്ഷിയല്ലേ, പ്രധാന ഘടകകക്ഷിയാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഏത് ലീഗ് നിരായുധരാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് എങ്ങനെ എതിർക്കും? എതിർത്തിട്ട് ഇപ്പുറത്തോട്ട് വരാൻ പറ്റൂ? മുന്നണി മാറാൻ പറ്റൂ? ഇല്ല. മുന്നണി മാറിക്കഴിഞ്ഞാൽ പോയില്ലേ. മുന്നണി മാറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതും ബുദ്ധിമുട്ടാണ്. മന്ത്രിസ്ഥാനം എല്ലാം പോവും. ഇപ്പൊ തന്നെ 5 മന്ത്രിമാരുണ്ട്. ഇനി അടുത്ത പിന്നെ നമ്മുടെ മുനീർ സാഹിബിന് വേണ്ടിയിട്ട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക ഭരണപരിഷ്കാര കമ്മീഷൻ. അപ്പം ഇങ്ങനെ പല പ്രശ്നമുണ്ട്. ഇപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ റജി ചെറിയാനെ സംഭവിച്ചത്. റജി ചെറിയാന് എന്താ സംഭവിച്ചത്? മൂലം വള്ളംകളി ചമ്പക്കുളം. ആ മൂലം വള്ളംകളിക്ക് അവധി നൽകണം എന്ന കാര്യം പരിഗണിക്കണം എന്ന് പറഞ്ഞൊരു ആവശ്യം മുന്നോട്ട് വെച്ചു സഭയിൽ. നമുക്കത് ആലോചിക്കാം, നമുക്കത് പഠിച്ചിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തൊട്ടടുത്തിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞ എന്താ, ഒരു കാരണവശാലും കൊടുക്കത്തില്ലെന്ന്. ഇത് റജി ചെറിയാൻ ഇത്രയും വാർത്തയായപ്പോൾ റജി ചെറിയാൻ എന്തായാലും സ്വാഭാവികമായിട്ട് അറിയുമല്ലോ. മൈക്ക് അന്നേരം ഓഫായില്ല. അങ്ങനെ കിട്ടിയൊരു പണിയാണ്. അപ്പം ഘടകകക്ഷികളോട് യാതൊരു താല്പര്യമില്ല. ഇപ്പം പിന്നെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ സി പി ജോൺ ഇത്രയും വലിയ വിവാദമൊക്കെ പറഞ്ഞു നടക്കല്ലേ. CP ജോണിന് വേണ്ട സഹായം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇപ്പം പിന്നെ ഇവിടെ നോക്കുകയുള്ളൂ. അതിനുശേഷം നടന്നുള്ള നിയമനങ്ങളെല്ലാം എടുത്ത് പറയും. ഏറ്റവും അവസാനം ഈ പറയുന്ന PM ശ്രീ വിഷയം. PM ശ്രീ വിഷയത്തിൽ അന്ന് എന്തായിരുന്നു? CPM-നെ വിട്ട് പറത്ത് പോലുമല്ലായിരുന്നു. PM ശ്രീ വിഷയത്തിൽ ഒപ്പിട്ടത് ഒരു വലിയ വിഷയമായിട്ടാണ് അവർ കണ്ടത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ മാത്രം ഒപ്പിട്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ധാരണാപത്രത്തിൽ ഒപ്പിട്ടപ്പോഴത്തേക്ക് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ പൊതുജനത്തിനിടെ പ്രചരിപ്പിച്ചു. ഇതിവിടെ കൊണ്ട് NEP നടപ്പിലാക്കാൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ പോവുകയാണ് എന്നങ്ങ് പറഞ്ഞു.
അപ്പോൾ എന്താ ഇവിടുത്തെ കുട്ടികൾ എന്ത് പഠിക്കില്ല? മുഗളന്മാരുടെ ചരിത്രം പഠിക്കില്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം പഠിക്കില്ല, ഇവർ പിന്നെ മഹാത്മാഗാന്ധിയുടെ ചരിത്രം പഠിക്കില്ല. അപ്പം സംഘപരിവാർ അജണ്ട ക്രമേണ നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്ക് ഇവിടെ CPM കൊണ്ടുവന്നു എന്നായില്ലേ? ജോൺ ബ്രിട്ടാസിൻ്റെ പിന്നെ ഈ പറയുന്ന എന്താ പറയുന്നത് പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ധർമ്മേന്ദ്ര പ്രധാനും ജോൺ ബ്രിട്ടാസ് ഇടനില നിന്നിട്ട് മുഖ്യമന്ത്രിയോട്ട് കണക്ട് ചെയ്യുകയായിരുന്നു എന്നല്ലേ അന്ന് ഇവിടെ പ്രചരിപ്പിച്ച നുണക്കഥ. അത് കേരളം ഏറ്റെടുത്തു, ആ നുണക്കഥ കേരളം ഏറ്റെടുത്തു. പക്ഷേ പിന്നെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒപ്പിട്ടത് എന്നുള്ള കാര്യം അത് മറച്ചു വെച്ചു. എന്നിട്ട് PM ശ്രീ പദ്ധതി കരാറിൽ ഒപ്പിട്ടുവെന്നാക്കി. എന്നിട്ട് പിന്നെ എക്സ് കോൺഗ്രസ്സുകാരൻ ഒരാളുണ്ട്, ആ എക്സ് കോൺഗ്രസ്സുകാരൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, എക്സ് ആണല്ലോ പുള്ളി, എക്സ് കോൺഗ്രസ്സുകാരൻ അവിടെ ഇരുന്നുകൊണ്ട് പോസ്റ്റ് ഇട്ടു, സംഘിക്കുട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് പോസ്റ്റ് ഇട്ടു. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? എന്നിട്ട് ഇപ്പോഴെന്താ സംഭവിക്കാൻ പോകുന്നത്? ലീഗിന്റെ KM ഷാജി എന്ന് പറയുന്ന അന്ന് ലീഗിൽ പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞ എന്താ, ഞങ്ങളിതെടുത്ത് അറബിക്കടലിൽ കളയും, അല്ലെങ്കിൽ ഞങ്ങളിത് വലിച്ചു കയറി ചവറ്റോട്ടൽ എറിയുമെന്ന് പറഞ്ഞാണ് PM ശ്രീ കരാർ. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ലീഗിന് എന്ത് സംഭവിച്ചു? എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ K. സുരേന്ദ്രൻ എന്താ പ്രസ്താവന ഇറക്കിയത്? K. സുരേന്ദ്രൻ പറഞ്ഞ എന്താ, ലീഗ് മന്ത്രിയെ കൊണ്ട് PM ശ്രീ കരാറിൽ ഒപ്പുവയ്പ്പിക്കുന്നതിനപ്പുറം വലിയൊരു സന്തോഷം ഞങ്ങൾക്കില്ലെന്ന് അവർ പറയുന്നത്. ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു സംഘപരിവാറിൽ ഇരിക്കുന്ന ഒരു പിന്നെ അല്ലെങ്കിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, PM ശ്രീ കരാറിൽ ഞങ്ങൾ മുസ്ലിം ലീഗ് മന്ത്രിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കും. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അപ്പോൾ ഇതിൽ ലീഗിന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്കും ഒരു സമുദായത്തിന്റെ താല്പര്യങ്ങൾക്കും ഘടകവിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരികയല്ലേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ബുദ്ധിമുട്ട്? വഖഫ് വിഷയത്തിൽ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ തവണ സർക്കാർ വഖഫ് ബോർഡ് രൂപീകരിച്ചു. വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോഴും ഉമീദ് ആക്ട് ഭേദഗതി നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. അതിനനുസരിച്ച് 2 അമുസ്ലിങ്ങളെ അതിനകത്ത് നിയമിക്കണം. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ എന്താ ചെയ്ത്? അമുസ്ലിങ്ങളെ നിയമിച്ചില്ല, ആ 2 ഒഴിവ് അങ്ങനെ ഇട്ടിരുന്നു. അപ്പോഴല്ലേ പിന്നെ നിയമലംഘനം എന്ന് പറയാൻ പറ്റും. 2 അമുസ്ലിങ്ങളെ അല്ല 2 മുസ്ലിങ്ങളെ തന്നെ നിയമിച്ചു കഴിഞ്ഞാൽ നിയമലംഘനം വന്നു. അപ്പൊ നിയമലംഘനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ സീറ്റ് ഒഴിച്ചിട്ട് ബാക്കി മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വഖഫ് ബോർഡ് രൂപീകരിച്ചത്. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ആ രൂപീകരിച്ച വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ വഖഫ് ബോർഡിനെ രൂപീകരിക്കുന്നു. അപ്പം പുള്ളി പിന്നെ സർക്കാർ എന്താ അവിടെ അഫിഡവിറ്റ് കൊടുത്തത്? ഉമീദ് ആക്ട് നിയമഭേദഗതി അനുസരിച്ച് 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴാർക്കാ പണി കിട്ടിയത്? ലീഗിന് പണി. ചോദ്യം ചോദിക്കുന്ന ലീഗിനോടായിരിക്കുമല്ലോ. നിങ്ങളുണ്ടായിട്ട് കൂടി വഖഫ് ബോർഡ് പിന്നെ ഇവിടെ രൂപീകരിച്ചപ്പോൾ വീണ്ടും 2 അമുസ്ലിങ്ങൾ എങ്ങനെ വന്നു? ഇതിനു മുൻപത്തെ കാര്യം ഞാൻ പറയാം. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കഴിഞ്ഞ സർക്കാർ പോയിരുന്നു. വഖഫ് ബോർഡിന്റെ നിയമനങ്ങൾ PSCക്ക് വിടണം. ശരിക്കും PSCക്ക് വിടാൻ വഖഫ് ബോർഡിനകത്തുള്ള ബോർഡ് മെമ്പേഴ്സിന്റെ ഇതല്ല ശരിക്കും PSCക്ക് വിടാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനകത്ത് വരുന്ന ക്ലാസ് 4 ക്ലറിക്കൽ തുടങ്ങിയ ജീവനക്കാരുടെ കാര്യം, സർക്കാർ ജീവനക്കാരെന്നുള്ള നിലയിൽ ക്ലാസ് 4 ഇങ്ങനെയുള്ള ജീവനക്കാരുടെ കാര്യത്തിൽ ആ നിയമനങ്ങൾ PSCക്ക് വിടുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? ഇതിനൊരു അവസരമായി കണ്ടു. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാൻ പാടില്ല, ഭയങ്കര സമരമായിരുന്നു. ഇപ്പൊ ആർക്കും ഒന്നും മിണ്ടാനില്ല. 2 അമുസ്ലിങ്ങൾ അതിനകത്തേക്ക് കയറിയപ്പോൾ ലീഗുകാർക്ക് ഇപ്പം വാ പൂട്ടി പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. ഇതാണ് ശരിക്കും കേരളത്തിൽ, ഇതാ പറഞ്ഞത്, ശ്വാസം മുട്ടി നിൽക്കുന്ന ഇതാണ് ശരിക്കുമുള്ള അവസ്ഥ. ഇതുമൂലം പിന്നെ ലീഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത മനോവേദനയാണ്. പക്ഷെ അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ വഖഫ് ബോർഡ് പിന്നെ ഇത് മന്ത്രി തന്നെയാണ്. പിന്നെ ഷംസുദ്ദീൻ, അദ്ദേഹമാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററും. വിദ്യാഭ്യാസ നയത്തിലും PM ശ്രീ വിഷയത്തിലും ഇപ്പൊ പണി കിട്ടി നിൽക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്ന ആളാണ് KM ഷാജി. അവർക്ക് ഫണ്ട് മുടക്കി. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് LDF സമരവുമായി മുന്നോട്ട് പോവുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല. ഫണ്ട് അനുവദിച്ചു, പക്ഷേ ബജറ്റിൽ അനുവദിച്ചത് കഴിഞ്ഞ സർക്കാർ അനുവദിച്ചതിൻ്റെ 100-120 കോടി കുറവാണ് ഇപ്പോൾ ഓരോ ഇതിനും നൽകിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. ഇതാണ് അവസ്ഥ നിലവിൽ. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഇപ്പോൾ കിട്ടിയൊരു അവസരമുണ്ട്. ഇപ്പം നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയായിട്ടിരിക്കുന്നു, KM ഷാജി മന്ത്രിയായിട്ടിരിക്കുന്നു, ഷംസുദ്ദീൻ മന്ത്രിയായിട്ടിരിക്കുന്നു, പിന്നെ ബഷീർ മന്ത്രിയായിട്ടിരിക്കുന്നു. ഇവരെല്ലാം മന്ത്രിമാരാണ്. ഇനി ഒരു സ്ഥാനം കൂടെ അവർ ക്യാബിനറ്റ് പദവിയും കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇനി ആൾക്കാരെ എന്ത് ചെയ്യും? പിന്നെ മുന്നണി വിടാൻ പറ്റുമോ? മുന്നണി വിടാൻ പറ്റത്തില്ല. മുന്നണി വിട്ട് കഴിഞ്ഞ് ഇവരുടെ പിന്നെ ഈ പറയുന്ന പോലെ കൂറുമാറ്റ നിരോധന നിയമമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പണി കിട്ടും. അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു വല്ലാത്ത ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് സത്യത്തിൽ ലീഗ് ഇതിനകത്ത് ശ്വാസം മുട്ടി കഴിഞ്ഞു പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം VD സതീശൻ എടുത്തിരിക്കുന്ന നിലപാടുകളെ പൊരുത്തപ്പെട്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കേരള കോൺഗ്രസിനും അതേ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നേ. റെജി ചെറിയാൻ അടക്കമുള്ളവർക്ക് കിട്ടുന്ന ഇരട്ടി പണിയല്ലേ. റെജി ചെറിയാന് വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ലെന്നാണ് റെജി ചെറിയാൻ പറയുന്നത്. കുട്ടനാട് വെള്ളത്തിൽ മുങ്ങി കിടക്കുക. കുട്ടനാട് MLA ആണ് റെജി ചെറിയാൻ. അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കുമുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് ഈ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അസ്വസ്ഥരായി തന്നെ തുടരേണ്ട ഒരു ഗതികേടിലേക്ക് പോവുക. ഘടകകക്ഷികളുടെ മുമ്പിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. സതീശൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വള്ളം ഉണ്ടല്ലോ, പുതിയ വള്ളം, സംഘപരിവാറിൻ്റെ വള്ളം, ആ വള്ളം ഇവർക്ക് വലിയ ദോഷം ചെയ്യുന്നുള്ളതാണ് അതിനകത്തുള്ളത്.